കഴിഞ്ഞ ദിവസമാണ് യുക്രൈന്റെ ഭരണാധികാരിയായിട്ടുള്ള സെലൻസ്കി കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു പ്രസ്താവന പുറത്തിറക്കിയത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലായിരുന്നു. അതായത് ഉത്തര കൊറിയയിൽ നിന്ന് വന്ന 3000 സൈനികരെ യുക്രൈൻ വധിച്ചു എന്ന് സെലൻസ്കി അവകാശപ്പെട്ടു. ഈ അവകാശവാദത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ലോകരാജ്യങ്ങളിൽ ആരംഭിച്ചു. പോരാത്തതിന് സെലൻസ്കി ഒരു കാര്യം കൂടെ പറഞ്ഞു. ഉത്തര കൊറിയയെ പോലെയുള്ള ഒരു ഏകാധിപത്യ രാജ്യത്തെ ശിക്ഷിക്കുന്നതിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും അടക്കം വലിയ രീതിയിലുള്ള പരാജയം നേരിട്ടു. എന്നാൽ യുക്രൈന് ആ പരാജയം സംഭവിച്ചിട്ടില്ല. 12,000-ഓളം സൈനികരെയാണ് ഉത്തര കൊറിയ റഷ്യയ്ക്ക് യുക്രൈനെതിരെ യുദ്ധം ചെയ്യാനായി വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഉത്തര കൊറിയ ഇനി മുതൽ ഒരു പാഠം പഠിക്കും എന്നാണ് സെലൻസ്കി ഒരു പ്രസ്താവന ഇറക്കിയത്. എന്നാൽ ഈ പ്രസ്താവന സെലൻസ്കി ഇറക്കി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പ്രസ്താവനയുടെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് സെലൻസ്കിക്ക് മനസ്സിലായത്. ഈ പ്രസ്താവന സെലൻസ്കിയുടെ വലിയ രീതിയിലുള്ള ഒരു പരാജയമായിരുന്നു എന്ന് യുക്രൈൻ ജനത തിരിച്ചറിയുന്ന കുറച്ച് മണിക്കൂറുകളാണ് കഴിഞ്ഞ ക്രിസ്മസ് ദിനം, അതായത് ഇന്നലെ കടന്നുപോയത്. 5 ലക്ഷം ജനങ്ങളാണ് ഇതേ തുടർന്ന് ദുരിതത്തിലായത് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സെലൻസ്കിയുടെ അവകാശവാദത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ നേരിട്ടത് 100 ഡ്രോണുകളും 70 മിസൈലുകളും ക്രിസ്മസ് ദിനത്തിൽ യുക്രൈൻ ജനതയ്ക്ക് നേരെ തൊടുത്തു വിട്ടുകൊണ്ടായിരുന്നു. ഈ 70 മിസൈലുകളും 100 ഡ്രോണുകളും നേരെ ചെന്ന് പതിച്ചത് യുക്രൈന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള താപ വൈദ്യുത നിലയങ്ങളിലായിരുന്നു. അതായത് വൈദ്യുതി ഉൽപാദനവുമായി ബന്ധപ്പെട്ട വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി യുക്രൈൻ്റെ എനർജി സോഴ്സാണ് ഈ താപവൈദ്യുത നിലയം എന്ന് പറയുന്നത്. ഈ താപവൈദ്യുത നിലയത്തിൽ ഈ മിസൈലുകൾ വന്ന് പതിച്ചു. താപവൈദ്യുത നിലയങ്ങൾ പലതും താറുമാറാകുന്ന കാഴ്ചയും കണ്ടു. യുക്രൈന് വീട് വിട്ട് മെട്രോ സ്റ്റേഷനിൽ അവിടെയുള്ള ജനങ്ങൾ പൂർണ്ണമായി അഭയം പ്രാപിക്കേണ്ട ഒരു ഗതി കഴിഞ്ഞ ക്രിസ്മസിൽ വന്നിരുന്നു. ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇത് കേട്ട് ഞെട്ടി ശക്തമായി അപലപിച്ചു. ക്രിസ്മസ് ദിനത്തിൽ തന്നെ ഇത്രയും വലിയൊരു ആക്രമണം വേണമായിരുന്നു എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനോട് ലോകരാജ്യങ്ങൾ ചോദിക്കുന്ന ഒരു കാഴ്ചയും കഴിഞ്ഞ ദിവസം ഉണ്ടായി. 59 മിസൈലുകളും 54 ഡ്രോണുകളും യുക്രൈൻ തകർത്തു എന്ന് യുക്രൈൻ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള ജനങ്ങൾ ദുരിതത്തിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. യുക്രൈനിലെ ഖാർഗീവ്, ഡിനിപ്രോ മേഖലകളിലെ പവർ ഇൻഫ്രാസ്ട്രക്ചറുകളാണ് പ്രധാനമായും ഈ റഷ്യ ആക്രമിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സാധാരണ പൗരന്മാർക്ക് റഷ്യ അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുന്നു. അതിനാണ് ഊർജ അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമിക്കുന്നത് എന്നാണ് ഖാർഗീവ് ഗവർണർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ കാര്യം, റഷ്യൻ ശ്രമങ്ങൾ വിജയിക്കാൻ അനുവദിക്കില്ല എന്നും വൈദ്യുത ലൈനുകൾ വേഗത്തിൽ ഞങ്ങൾ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഖാർഗീവ്, ഡിനിപ്രോ, പോർട്ടവ മേഖലകൾ ഇരുട്ടിലേക്ക് തള്ളിവിടാനാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ശ്രമം എന്നും വേഗത്തിൽ ഇതിൽ നിന്നും നമ്മൾ കരകയറും എന്നും യുക്രൈൻ എയർഫോഴ്സും പറഞ്ഞിട്ടുണ്ട്. ഖാർഗീവിലെ 5 ലക്ഷം ആൾക്കാരാണ് ഇതേ തുടർന്ന് ദുരിതത്തിലായിരിക്കുന്നത് എന്നറിയാൻ സാധിക്കുന്നുണ്ട്. സെലൻസ്കിയുടെ ജന്മനാട്ടിലേക്കും റഷ്യൻ പ്രസിഡന്റ് ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ദുരിതത്തിലാണ് ജനങ്ങൾ. യഥാർത്ഥത്തിൽ ഈ താപവൈദ്യുത നിലയങ്ങൾ യുക്രൈനിൽ തകരുമ്പോൾ അത് ഈ ജനങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. യുക്രൈനിലും റഷ്യയിലും അടക്കം ഇപ്പോൾ ശൈത്യകാലമാണ്. അതായത് തണുത്തുറഞ്ഞ് കിടക്കുകയാണ് അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഈ കാലാവസ്ഥയിൽ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ജനങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടാണ്. പല വീടുകൾക്കകത്തും ഹീറ്ററുകളും മറ്റും പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് അവിടെയുള്ള ജനങ്ങൾ ഈ ശൈത്യകാലത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പോരാത്തതിന് വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന സ്റ്റൗകളും മറ്റും പ്രവർത്തിപ്പിച്ചാണ് ഇവർ ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഈ താപവൈദ്യുതി നിലയങ്ങളെ ആക്രമിച്ചതിലൂടെ ആ ഒരു സംഭവം താറുമാറായിരിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുക്രൈൻ്റെ ഈ 3 സ്ഥലങ്ങളും ഇരുട്ടിലേക്ക് ആണ്ടുപോയിരിക്കുന്നു. ഇവിടെയുള്ള 5 ലക്ഷം ജനങ്ങൾ കൊടും തണുപ്പിൽപ്പെട്ട് ഇപ്പോൾ ഉഴലുകയാണ് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.